ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ മറ്റൊരു മൺഡേ മോട്ടിവേഷൻ്റെ ദിവസം എത്തിയിരിക്കുകയാണ്. മൺഡേ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും മൺഡേ ഈ തിങ്കളാഴ്ചത്തെ മോട്ടിവേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റ് നോക്കിയിരിക്കുന്നവരുണ്ട്. വളരെ കുറച്ച് പേരാണ്, എങ്കിൽ പോലും ഒരു സന്തോഷമാണ്. പറ്റുന്ന പോലെയൊക്കെ മൺഡേ മോട്ടിവേഷൻ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ പറ്റാറില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച പറ്റി. ഇപ്രാവശ്യവും നമ്മളിങ്ങനെ എന്താ പറയുക, എക്സ്ചേഞ്ചിങ് ഓഫ് തോട്ട്സാണ്. ഞാൻ എൻ്റെ കുറച്ച് തോന്നലുകളും എൻ്റെ കുറച്ച് ചിന്തകളും ഒക്കെയാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കും നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം. അപ്പോൾ ദാറ്റ് മീൻസ് നമ്മുടെ ഒരു ഷെയറിങ് പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതിലിപ്പോൾ ഞാനെപ്പോഴും പറയുന്ന പോലെ സങ്കടങ്ങളും സന്തോഷങ്ങളും മാറി മാറി വരും. എങ്കിലും എല്ലാവർക്കും ഉള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ, വിഷമം വരുമ്പോൾ നമുക്ക് അത് മറ്റുള്ളവരിലേക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റൊരാളോട് പറയാൻ പറ്റില്ല, നമുക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരില്ലേ. കാര്യം എപ്പോഴും ലൈഫ് നല്ലത് തന്നെയാണ്, സന്തോഷമായിട്ട് പോകണമെന്ന് തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം. പക്ഷേ എത്ര കളർഫുള്ളാണെന്ന് നമ്മൾ പറയുമ്പോഴും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചടികൾ കിട്ടാം. ഇപ്പോൾ ഡെയിലി ലൈഫിൽ തന്നെ നമുക്ക് ചില സമയങ്ങളിൽ വിഷമം ഉണ്ടാകുന്ന ദിവസമില്ലേ. പല മൂഡ് സ്വിങ്സിലൂടെയും നമ്മളെല്ലാവരും കടന്നു പോകാറുണ്ടല്ലേ. എപ്പോഴും ചിരിച്ച് ജോളിയായിട്ട് നടക്കാൻ എല്ലാവർക്കും പറ്റണം എന്നില്ല. ചിലപ്പോൾ ഒക്കെ സങ്കടം വരും. അപ്പോൾ സങ്കടം വരുമ്പോൾ എന്താ ചെയ്യുക? കുറച്ച് നേരം സങ്കടപ്പെട്ടിരിക്കാം അല്ലേ. പക്ഷേ ഈ സങ്കടപ്പെട്ടിരിക്കുന്നിട്ട് വീണ്ടും നമ്മൾ റിജുവിനേറ്റഡ് ആയിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി പഴയതുപോലെ മൂഡ് ക്ലിയർ ചെയ്ത് പോകാം. പക്ഷേ ചില സമയങ്ങളിൽ അങ്ങനെ ഒരു മൂഡ് ക്ലിയറൻസിന് പോലും പറ്റാത്ത വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ചിലപ്പോൾ ചെറിയ വിഷമങ്ങളായിരിക്കും, ചിലപ്പോൾ വലിയ വിഷമങ്ങളായിരിക്കും. എങ്കിലും നമ്മൾ മറ്റൊരാളോട് പറയുമ്പോഴാണ് നമുക്കൊരു എന്താ പറയുക, ഹൃദയത്തിൽ നിന്നൊരു ഭാരം ഇറക്കി വെച്ച പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും അല്ലേ. അങ്ങനെയാണ് എല്ലാവരും പറയാറ്, ഒരാളോട് ഷെയർ ചെയ്യും. പക്ഷേ ഇപ്പോൾ ഈ ഷെയറിങ് എന്ന് പറയുമ്പോൾ എങ്ങനെ വിശ്വസിച്ച ഒരാളോടൊരു കാര്യം പറയും? ഭയങ്കര പ്രശ്നമല്ല. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ നല്ല ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സുഹൃത്തുക്കളോ അടുത്ത ബന്ധുജനങ്ങളോ ഉള്ള ആൾക്കാരെല്ലാം സത്യം പറഞ്ഞാൽ ഭാഗ്യമുള്ളവർ തന്നെയാണ്. നല്ല ലക്കിയാണെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം അനുഭവം കൊണ്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് കേട്ടോ. അവർ നമുക്ക് ട്രസ്റ്റ് വർത്തിയാണോ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരാണോ എന്ന് വർഷങ്ങളെടുത്താലേ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. കുറേ അനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരിക്കും നമ്മൾ അതിലേക്ക് എത്തുന്നത്. അതുവരെ നമ്മൾ ആരോടും അങ്ങനെ തുറന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിലും സാധാരണയായിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ഇപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്, അച്ഛനോടോ അമ്മയോടോ ആയിരിക്കും ആദ്യം ചെന്ന് പറയാമല്ലേ സാധാരണഗതിയിൽ. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവരാണെങ്കിലും ഒരു പക്ഷേ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ആദ്യം ചെന്ന് അച്ഛനോടോ അമ്മയോടോ ആയിരിക്കില്ല പറയുക, ചിലപ്പോൾ ഹസ്ബൻഡിനോടായിരിക്കും. അത്രയും ഹസ്ബൻഡുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പുള്ള ദമ്പതികളുടെ കൂട്ടത്തിലാണെങ്കിൽ ഭർത്താവിനോടായിരിക്കും ആദ്യം ആ വിഷമം പറയുക. അല്ലെങ്കിൽ കല്യാണത്തിന് മുന്നേ ആണെങ്കിൽ അമ്മയോടാണ് പലരും ചെന്ന് ആദ്യം പറയുന്നത്, അല്ലെങ്കിൽ കുറേ ആൾക്കാർ അച്ഛനോട് പറയും. ഇങ്ങനെ മാറി മാറി. അപ്പോൾ അങ്ങനെ ഒരു രീതിയാണ് നമ്മുടെ ഒരു കുടുംബ ബന്ധങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ പറയുമ്പോൾ റിയാക്ഷൻ കൊടുക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. അമ്മയോടും അച്ഛനോടും പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന അമ്മയും അച്ഛനാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളൊരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടായത് എന്തിൻ്റെ ബേസിസിലായിരിക്കും? നമ്മുടെ കയ്യിലിരിപ്പോൾ ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അറിയാതെ പറ്റിപ്പോയതോ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മളിന്ന് പറയുകയാണ്, എനിക്കിങ്ങനെ പറ്റി, എനിക്ക് വലിയ വിഷമമുണ്ട്, ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ആദ്യത്തെ റിയാക്ഷൻ ചിലപ്പോൾ വഴക്കായിരിക്കും കിട്ടാൻ പോവുക, ദേഷ്യപ്പെടുമായിരിക്കും അല്ലേ, കുറ്റപ്പെടുത്തും. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു സമാധാനത്തിന് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ആ ഒരു സ്ഥലം എവിടെയാണോ, ആരോടാണോ പറയുന്ന ആ ആളുടെ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ദേഷ്യപ്പെടുകയാണെങ്കിൽ പിന്നെ നമ്മുടെ സങ്കടം ഇരട്ടിക്കുകയല്ലേ ഉള്ളൂ. എങ്ങനെയാണ് സമാധാനം കിട്ടുന്നത്? സമാധാനം ഇല്ലാണ്ടാകും. അതുകൊണ്ട് പല കേസുകളിലും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ചെന്ന് പറയാൻ അങ്ങ് മടിക്കും. അതായത് പേടിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അമ്മയോട് ചെന്ന് തുറന്ന് പറയണം, അല്ലെങ്കിൽ അച്ഛനോട് പറയണമെന്ന് വിചാരിച്ചാൽ 2 പ്രാവശ്യം ആലോചിക്കും. അയ്യോ, പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള വിഷമത്തിനെക്കാട്ടി കൂടുതലായിരിക്കും അടുത്ത കിട്ടാൻ പോണ വിഷമം എന്ന് വിചാരിക്കും. അങ്ങനെ തന്നെയല്ലേ. അതുകൊണ്ട് പറയാതിരിക്കാനാണ് നോക്കുക. അങ്ങനെ പറയാതിരിക്കുമ്പോൾ മനസ്സിനകത്ത് കിടന്നിട്ട് അതൊരു വലിയ വിങ്ങലായിട്ട്, അത് ആരോടും പറയാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും? ഇതിനൊരു സൊല്യൂഷനുമില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു തേർഡ് പേഴ്സണോട് പറയുകയാണെങ്കിൽ, ഞാനല്ലാതെ തേർഡ് പേഴ്സൺ എന്നും പറയാൻ പറ്റില്ല, വേറൊരാളോട് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാവും, എന്തെങ്കിലും ഒരു റെമഡി. അതായത് നമുക്ക് പറ്റിയിരിക്കുന്ന അബദ്ധത്തിലോ, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം, നമ്മുടെ ഈ മനപ്രയാസത്തിനോ, അല്ലെങ്കിൽ നമ്മുടെ ഈ സങ്കടത്തിനോ ഒരു പരിഹാരം പറഞ്ഞു തരാനായിട്ട് വേറൊരാൾക്ക് ചിലപ്പോൾ സാധിച്ചു എന്നിരിക്കും. നമ്മുടെ ബുദ്ധി ചിലപ്പോൾ ആ സമയത്ത് അങ്ങനെ വർക്ക് ചെയ്യണം എന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ നമുക്കൊരു ആശ്വാസമല്ലേ അത്. പക്ഷേ അവിടെ ചെന്ന് പറയാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തലുകളും വഴക്കും ദേഷ്യമൊക്കെ ആയിരിക്കും. നമ്മൾ കുറച്ചുകൂടി മോശക്കാരാകുന്ന ഒരവസ്ഥ. ഇത്
ബിഫോർ മാരേജ് ആണെങ്കിലും ആഫ്റ്റർ മാരേജ് ആണെങ്കിലും നമ്മൾ ആരോടാണോ ചെന്ന് നമ്മുടെ ഒരു പാർട്ട്ണറോടാണ് പറയുന്നതെങ്കിലും ഫസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ വഴക്ക് പറയാനും കുറ്റപ്പെടുത്താനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് പറയാൻ തോന്നുമോ? പറയാനേ തോന്നില്ല. അതൊരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയാണ് പല ഫാമിലീസിലും പ്രശ്നങ്ങൾ തുറന്നു പറയാതെയും കൊണ്ടു നടക്കുകയും കൂടുതൽ വഷളായി കഴിയുമ്പോൾ നാട്ടുകാർ മുഴുവൻ അറിയുന്നൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു ചിലപ്പോൾ. പിന്നെ ചില ആൾക്കാർ ഫ്രസ്ട്രേഷൻ കൊണ്ട് ഒരിടത്തും പറയാൻ പറ്റാണ്ട് ആരോടും ഒന്നും പറയാൻ പറ്റാതെ സെൽഫായിട്ട് കഷ്ടപ്പെട്ട് മാനസികമായിട്ട് തകർന്ന് ആത്മഹത്യ പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. അങ്ങനെ വീട് വിട്ടിറങ്ങിപ്പോകുന്നു. കൂടുതൽ അബദ്ധങ്ങളിലേക്ക് എത്തിപ്പെടുന്നു. പിന്നെ ആരെങ്കിലും സഹായിക്കാമെന്ന് പറഞ്ഞ് ആ ഒരു വേക്കൻസിയിൽ കടന്നു കയറുന്നു. എന്നുവെച്ചാൽ നമ്മളങ്ങനെ തകർന്നിരിക്കുന്ന അവസ്ഥയായിരിക്കും. എന്നാൽ തുറന്നു പറയാൻ പറ്റുന്നിടത്തൊന്നും തുറന്നു പറയാനും പറ്റുന്നില്ല. അപ്പോൾ ഒരു സഹായ ഹസ്തവുമായിട്ട് ചിലപ്പോൾ ഒരു ആട്ടുംതോലിട്ടൊരു ചെന്നായിരിക്കും വരും. നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മൾ ചെന്ന് അവരുടെ ആ ട്രാപ്പിലേക്ക് വീണു പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സൈഡ് ഇഷ്യൂസിലേക്ക് പോകുന്നു. അതായത് ആളുകൾക്കൊക്കെ എന്താ വേണ്ടത്? ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യർ എന്ന് തന്നെ ഞാൻ പറയുന്നു. മനുഷ്യജന്മം എന്ന് പറയുമ്പോൾ അതിലെല്ലാ സ്ട്രാറ്റിലുള്ള ആൾക്കാരും വരും. ഏറ്റവും പാവപ്പെട്ടവരും വരും, മിഡിൽ ക്ലാസ് വരും, പണക്കാരും വരും. എല്ലാവരും മനുഷ്യരല്ലേ. മനുഷ്യരെന്ന് പറയുമ്പോൾ ഇമോഷൻസ് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. സങ്കടം വരുന്നതും പിന്നെന്താ പറയുക, സന്തോഷം വരുന്നതും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അതിൽ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. പിന്നെന്താ പറയുക, ആരാണ് എന്താണ് സ്റ്റാറ്റസോ അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു ക്ലാസിഫിക്കേഷനോ ഒന്നും അവിടെ ബാധകമല്ല. ഇമോഷൻസ് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. പിന്നെ മെച്യൂരിറ്റി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചിലർക്ക് ഏറ്റവും ചെറിയ കുട്ടിയുടെ മാനസികാവസ്ഥയായിരിക്കില്ല വലിയ ആൾക്കാർക്ക്. കാര്യം ജീവിതാനുഭവങ്ങൾ കൂടുതലുള്ളവർക്ക് കുറച്ചുകൂടെ ഒരു പാകതയും പക്വതയും പ്രായം കൊണ്ടുണ്ടാകുന്നുണ്ടാവും. ആ ഒരു വ്യത്യാസം ചെറുത് വലുത് ഏജ് വൈസ് ഉള്ള ഡിഫറൻസ് അല്ലാണ്ട് എടുത്തിയാട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ പ്രായക്കുറവ് ചിലപ്പോൾ ഒരു പ്രധാന കാരണമാണ്. അല്ലാണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ഇമോഷൻസിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് വേണ്ടത്? അതായത് നമുക്കൊരു വിഷമം ഉണ്ടായാൽ ഒരാശ്വാസം പകർന്നു തരാൻ, ഒരു 2 നല്ല വാക്ക് സംസാരിക്കാൻ, നമ്മുടെ തല കൊണ്ട് എന്താ പറയുക, തല ചാരാനൊരു തോളെന്നൊക്കെ പറയില്ലേ, ഒരു ഇടം, നമുക്കൊരു ആശ്വാസം നൽകുന്നൊരു സ്ഥലം, ഒരു ചെറിയ തലോടൽ കിട്ടുന്നൊരു സ്ഥലം, നമ്മളെ കുറ്റപ്പെടുത്താതെ, നമ്മളെ വഴക്ക് പറയാതെ, നമ്മളെ ഒന്നും വേണ്ട, ഈവൻ സമാധാനിപ്പിക്കാൻ പോലും ചെയ്യണ്ട, കേട്ടോണ്ടിരുന്നാൽ മതി, വെറുതെ കേട്ടുകൊണ്ടിരുന്നാൽ മതി. നമ്മുടെ ആവലാതികൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ എന്താ പറയുക ആകാംക്ഷകളും, നമ്മുടെ നമ്മൾ പറയില്ലേ ആങ്സൈറ്റീസ്, അത് നമുക്കുണ്ടാകുന്ന ചില തോട്ട് പ്രോസസ്സ്, ഇത് എവിടെയെങ്കിലും ഷെയർ ചെയ്താൽ അത് കേട്ടുകൊണ്ടിരിക്കാനായിട്ട് ഒരു സമാധാനമായിട്ട് കേട്ടുകൊണ്ടിരിക്കാനൊരു ആൾ, അല്ലെങ്കിൽ 1-2 ആൾക്കാർ, ഒരാളെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ അതാണ് എല്ലാവർക്കും വേണ്ടത്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കുറച്ചുള്ള കാര്യവും അതാണ്. കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആരെയും. പിന്നെ പറയുന്നവരെങ്ങനെയാണ്, ബാക്ക് സ്റ്റാബ് ചെയ്യുന്നവരാണോ ചതിക്കുന്നവരാണോ എന്നൊന്നും അറിയില്ല. നമുക്ക് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാറില്ല ചിലപ്പോൾ. അപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ സഹായിക്കാനോ ഒന്നിനും ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ചില സമയങ്ങളിൽ ആൾക്കാർ കടന്നു പോകാറുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത് എവിടെയാണ് ചെന്ന് അവസാനിക്കുന്നതെന്നുള്ളത് ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു അവസ്ഥയിലേക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് എല്ലാവരും ഇരുന്ന് സങ്കടപ്പെടും. അയ്യോ നമ്മൾ അറിഞ്ഞില്ലല്ലോ, എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സഹായിക്കുമായിരുന്നു, അല്ലെങ്കിൽ എന്നോടൊരു കാര്യം പറയാമായിരുന്നല്ലോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും തോന്നും. പക്ഷെ അതല്ല എൻ്റെ സംഭവം. ഒരാവശ്യം വരുമ്പോൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെ കുറ്റപ്പെടുത്തലുകൾക്കൊന്നും പ്രസക്തിയില്ല. നമ്മളും കൂടി വഴക്ക് പറയുകയാണെങ്കിൽ എന്തിനാ അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ഓഹോ അതെനിക്ക് നേരത്തെ അറിയാം, ഇങ്ങനെ പറ്റുള്ളൂ എന്നറിയാൻ, എന്ത് കുഴപ്പമാണ് ചെന്ന് ചാടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൂടുതൽ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ വിഷമത്തിലേക്കാണ് പോകുന്നത്. അതിന് പകരം മിണ്ടാതെ കേട്ടോണ്ടിരിക്കുമെങ്കിലും ചെയ്യാം. ആശ്വസിപ്പിച്ചാൽ കൂടുതൽ സന്തോഷം, സാരമില്ല, കുറച്ച് അത് നമുക്ക് ഗെറ്റ് ഓവർ ചെയ്യാം, അല്ലെങ്കിൽ അത് സാരമില്ല, ഓക്കെയാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊരു നല്ല വാക്ക് പറയുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും കേട്ടുകൊണ്ടിരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക, ഒന്ന് സമാധാനമായിട്ട് കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം അതാണ്. കാര്യം നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവുമല്ലോ, നിങ്ങളിൽ എല്ലാവർക്കും, ഇപ്പോൾ നിങ്ങൾ പല ആൾക്കാർക്ക്, എല്ലാവർക്കും ഞാൻ എടുത്തു പറയുന്നില്ല, ജനറലൈസ് ചെയ്യുന്നില്ല, പക്ഷേ എല്ലാവർക്കും എന്നുള്ളതല്ല, കുറേ പേർക്കെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ ചിലപ്പോൾ ഇങ്ങനത്തെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ടാവില്ലേ, നമുക്ക് തോന്നിയിട്ടുണ്ടാവില്ലേ, ഒരു വാക്ക്, നല്ല വാക്ക് എവിടെയെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിൽ, നമ്മുടെ ഈ പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ, ഒന്ന് കേട്ടുണ്ടെങ്കിലും ഇരിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ചിന്തിക്കുന്നില്ലേ? ചിലപ്പോഴെങ്കിലും ആലോചിക്കില്ലേ?
അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് ഒരു കാര്യം മാത്രം നമ്മളെല്ലാവരും മനസ്സിൽ വയ്ക്കുക, നമ്മൾ ചിന്തിക്കുന്ന പോലെ മറ്റുള്ളവരും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആരെങ്കിലും നമ്മളോട് വന്നൊരു സങ്കടം പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കാനുള്ളൊരു ക്ഷമ ഉണ്ടാവണം. കുറ്റപ്പെടുത്താതിരിക്കുക, വഴക്ക് പറയാതിരിക്കുക. അവർക്കൊരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ അവരൊരു വലിയൊരു ക്രൈസിസിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ റിവേഴ്സിലേക്ക് പോവില്ല. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. വഴക്ക് പറഞ്ഞ ആ ഒരു വഴക്ക് പറഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു മെച്ചവും ഉണ്ടാവില്ല, ഒരു മാറ്റവും ഉണ്ടാവില്ല. ഒരു പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം കടന്നു പോയിട്ട് നമ്മുടെ സപ്പോർട്ടോടുകൂടി, നമ്മുടെ ആശ്വസിപ്പിക്കലിലൂടെ ആ ഒരു ക്രൈസിസ് പീരീഡോ ആ സങ്കടങ്ങളോ ഒക്കെ കടന്നു പോയി കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോൾ സമാധാനപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമുക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ ഉപദേശിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇനിയൊരു അബദ്ധത്തിലേക്ക് പോകാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു സങ്കടം വരാതിരിക്കാൻ, അതിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ഒക്കെ ചെയ്യാം. അത് നമുക്ക് ചെയ്യാം. പക്ഷേ ഓൺ ദ സ്പോട്ട് നമ്മൾ റിയാക്ഷൻ എപ്പോഴും സോഫ്റ്റായിട്ടിരിക്കണം, അത് സോഫ്റ്റ് ഹാൻഡ്ലിങ് ആയിരിക്കണം. കേട്ടുകൊണ്ടിരിക്കുക. നമുക്കൊന്നും ചെയ്യാനോ ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാനില്ലെങ്കിലും കേട്ടുകൊണ്ടിരിക്കുക. നമ്മളെക്കൊണ്ട് അത്രയെങ്കിലും സാധിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഓരോരുത്തരും മനസ്സിൽ വിചാരിക്കുക, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരിൽ ആരെങ്കിലും നമ്മളോട് വന്ന് അവരുടെ വിഷമം പറയുകയാണെങ്കിൽ, അവരുടെ സങ്കടങ്ങൾ പറയുകയാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് കേട്ടുകൊണ്ടിരിക്കാനുള്ളൊരു സന്മനസ്സ് നമ്മളെല്ലാവരും കാണിക്കണം. വേറൊന്നും ചെയ്ത് കൊടുത്തില്ലെങ്കിലും കേൾക്കാനായിട്ടുള്ളൊരു ക്ഷമ ഉണ്ടാവുക, കേട്ടുകൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും അപ്പോൾ അവർ സങ്കടപ്പെടുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് ആഹ്ലാദിച്ച് തുള്ളിച്ചാടി നടക്കുന്ന സമയത്തായിരിക്കാം. പക്ഷേ ആ സങ്കടം നമ്മുടെ ഈ സന്തോഷത്തിനിടയിൽ അത് മുങ്ങിപ്പോണ്ട ആവശ്യമില്ല. നാളെ ഒരു സമയത്ത് ചിലപ്പോൾ നമുക്കും ഇങ്ങനെ സംഭവിക്കാം. നമ്മൾക്കും സങ്കടം വരുന്നൊരു കാലഘട്ടം ഉണ്ടാകാം. നമ്മൾക്കും എന്തെങ്കിലും കാരണം കൊണ്ട് സങ്കടങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇത് എപ്പോഴും കർമ്മ എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊരാൾക്കൊരു നല്ല കാര്യം ചെയ്താൽ, നന്മ ചെയ്താൽ, തിരിച്ചെപ്പോഴെങ്കിലും നമുക്ക് ആ നന്മ തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഒരാളുടെ ഒരു ആശ്വാസമായി മാറിയാൽ നാളെ ഒരു കാലത്ത് നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കാനും ആരെങ്കിലും ഉണ്ടാകും. അല്ലാണ്ട് നമ്മളത് പ്രതീക്ഷിച്ചല്ല ചെയ്യുന്നത്, എങ്കിലും അതങ്ങനെയാണ്. നമ്മൾ നന്മ ചെയ്താൽ നന്മ എപ്പോഴെങ്കിലും നമുക്ക് തിരിച്ചു വരും. തിന്മ ചെയ്താലും അതുപോലെ തന്നെയാണ്, എപ്പോഴെങ്കിലും അത് കറങ്ങി തിരിഞ്ഞ് വരും. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് കർമ്മ, അല്ലേ? കർമ്മ എന്ന് പറയുമ്പോൾ കർമ്മ ഈസ് എ ബൂമറാങ് എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾക്ക് പറ്റുന്ന പോലെ ആർക്കെങ്കിലും ഒരു ആശ്വാസം കൊടുക്കാൻ പറ്റിയാൽ, അത് മോണിറ്ററി ആവണമെന്നില്ല, സാമ്പത്തികമാകണമെന്നില്ല, പിന്നെ അല്ലാണ്ട് ദ്രവ്യങ്ങളുടെ ഭാഗമായിട്ടാവണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്താവണമെന്നില്ല, പിന്നെ ഒരു പക്ഷേ സ്നേഹം കൊണ്ട് തന്നെ ആവണമെന്നുമില്ല. പക്ഷേ ഒരു ആശ്വാസം എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ചെവി കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, കേൾക്കാനുള്ളൊരു ക്ഷമ കൊടുക്കുക, അവർക്കൊരാശ്വാസമായിരിക്കും അത്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ഫ്രണ്ടിൽ ഒരാൾക്ക് ഒരു ഇഷ്യൂ ആയിട്ട് വന്നാൽ, ഒരു സങ്കടവുമായിട്ട് വന്നാൽ, അവരെ ആ സമയത്തല്ല ഗുണദോഷിക്കേണ്ടത്, ആ സമയത്തല്ല വഴക്ക് പറയേണ്ടത്, ആ സമയത്തല്ല മാറ്റി നിർത്തേണ്ടത്, പകരം ചേർത്ത് നിർത്തുക എന്നുള്ളൊരു പ്രോസസ്സാണ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ചേർത്ത് നിർത്തുക, ഒരു ആശ്വാസം പറയുന്നത് കേൾക്കുക, നമ്മളവരെ തള്ളി മാറ്റാണ്ട് നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുക. അത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി. അത് ഓരോരുത്തരും മനസ്സിൽ വിചാരിക്കുക. കാര്യം നമുക്കും നാളെ അങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ ആരെങ്കിലും നമുക്ക് വേണ്ടി ഉണ്ടെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് ആ ഒരു ഫീലിംഗാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അങ്ങനെ തന്നെയല്ലേ? നമുക്കങ്ങനെ ഒരു സിറ്റുവേഷനിൽ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളും പോയിട്ടുണ്ടാവില്ലേ? നമ്മളെ ആരെങ്കിലും ഒന്ന് ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ, ആരെങ്കിലും നമ്മളോടൊപ്പം സപ്പോർട്ടീവായിട്ട് നിന്നെങ്കിൽ, നമുക്ക് പറയാനുള്ള കാര്യം ഒന്ന് ക്ഷമയോടെ കേട്ടിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ അത്രയും ഞാനും പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ്, ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ്. ഇതൊരു സർക്കിൾ ഓഫ് ലൈഫ് എന്ന് പറയുന്ന പോലെ അപ്സ് ആൻഡ് ഡൗൺസ്, ഇഷ്യൂസ്, സന്തോഷങ്ങൾ, സങ്കടങ്ങൾ എല്ലാം ചേർന്ന് വരുന്നതാണ്. അപ്പോൾ ഇതൊന്നും ഒരു സ്ഥായിയായ കാര്യമല്ല. പെർമനൻ്റ്ലി ആർക്കും സങ്കടം മാത്രമായിരിക്കില്ല, ആർക്കും സന്തോഷം മാത്രമായിരിക്കില്ല. ഇത് വന്നും പോയിരിക്കുന്നൊരു സംഭവമാണ്. ഒരു സൈക്കിൾ ഓഫ് ലൈഫിൽ അതെല്ലാം വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതായത് സിമ്പിളാണ്. നമ്മൾ മറ്റൊരാൾക്ക് ഉപദ്രവിക്കാതെ ഇരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളൊരാൾക്കൊരു ആശ്വാസമായ, നല്ലൊരു ചേർത്ത് നിർത്താൻ നമുക്ക് പറ്റിയ, കേൾക്കാനുള്ള ക്ഷമ നമുക്കുണ്ടായാൽ എല്ലാം നല്ലതായിരിക്കും. എല്ലാവർക്കും നല്ലത് തന്നെ വരികയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ചിന്താ വിഷയം എന്ന് പറയുന്ന ഒരു കാര്യം. ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സാണിത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് വരിക. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.